ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പെർളശ്ശേരി അമ്പലത്തിലേക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴയാണ്. എന്നിട്ടും പോവാറുള്ള കാരണം അതായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇവളാണ്. നമ്മൾ ആദ്യം തന്നെ പോയത് അടുത്ത കുളത്തിൻ്റെ അടുത്താണ്. പക്ഷേ മഴയാണ്, പറ്റുമോന്നും എനിക്കറിയില്ല, ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സെറ്റായിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് പോയപ്പം അമ്പലത്തിലാണെങ്കിൽ നട അടക്കുന്നത്. നമ്മൾ പുറത്തൊക്കെ ഭയങ്കരമായ മഴയിലും നമ്മൾ പെർളശ്ശേരി അമ്പലത്തിലേക്ക് വന്നിട്ട് നമ്മൾ ആൽമരത്തിൻ്റെ അടുത്തേക്ക് പോയി. ആൽമരത്തിൻ്റെ അടുത്തെത്തി അവിടെ നമ്മൾ ഒരു ഇലയും ഒരു കല്ലും എടുത്തു. അത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. ഒരു കല്ലും എടുത്തിട്ട് മനസ്സിലൊരാഗ്രഹവും പ്രാർത്ഥിച്ചിട്ട് അതവിടെ വെക്കണം. ഈടെയുള്ള ഒരു വിശ്വാസം അങ്ങനെയാണ്. അപ്പം നമ്മളും അതേപോലെ ചെയ്തിട്ടുണ്ട്. നല്ല മഴയാണ്. എന്നിട്ട് നമ്മൾ നേരെ നാഗത്തിൻ്റെ അടുത്തോട്ട് പോയി. ഇവർക്ക് അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു, കോഴിമുട്ട ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ചെയ്തു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയെന്ന്. നമ്മളെന്നിട്ട് നേരെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോകാൻ നിന്നപ്പോൾ അവിടെ നടയടച്ചു. അതായത് നടയടച്ചുകൊണ്ട് പ്രസാദം കഴിഞ്ഞു പോകും അങ്ങനെയൊക്കെ പറഞ്ഞവർ. അങ്ങനെ നമ്മൾ അവരോട് കുറേ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഇവളൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ഫ്രണ്ടിൻ്റെ അച്ഛനോടത്ത് പൂജാരിയാണ്. അപ്പം അവർ വിളിച്ചു. അപ്പം അവർ വന്നപ്പം നമുക്ക് അവിടേക്ക് ഇവിടെ വരെ വന്നിട്ട് ഇവിടുത്തെ പ്രസാദം കഴിക്കാണ്ട് പോയാൽ എനിക്കത് വലിയ വിഷമമാണ്. പേരെന്താ? ഈ അമ്പലത്തിന്റെ ഹരിയ. കുറേ ആയോ ഇവിടെ? ആ നല്ല മനുഷ്യൻ നമുക്ക് വീട്ടിലേക്കും കൂടി പ്രസാദം തന്നിട്ടാണ് നമ്മളെ പറഞ്ഞു വിട്ടത്. ശ്രീലക്ഷ്മി ഇവിടുന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. അവൾക്ക് പ്രസാദം കിട്ടിയ സന്തോഷത്തിലാണ് ആള്. നമ്മൾ പോക്കായി വീട്ടിലേക്ക്. നമ്മൾ നേരെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ നല്ല പായസം കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. ഓം നമോ നാരായണ എന്നവരെ വേണ്ടിയിട്ടില്ല. നല്ലൊരു കാടുകൾക്കുള്ളിലാണ് ഈ അമ്പലം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. അവിടെ മഞ്ചാടികളും ഒക്കെ ഉണ്ടാവും. ചെറുപ്പത്തിലുണ്ടാകുന്ന സമയം അതൊക്കെ ഭയങ്കര കാര്യമാണ്. പക്ഷെ വലുതായപ്പോൾ അതിന് കുറവൊന്നുമില്ല. ഇപ്പോഴും വലിയ കാര്യം തന്നെയാണ്. ഇതാണ് ക്ഷേത്രം. സോറി ഗൈസ്, സോറി. ശ്രീകൃഷ്ണനല്ല, മഹാവിഷ്ണു ശ്രീകൃഷ്ണനും ഗുരുവായൂരപ്പനെല്ലാം ഏകദേശം സെയിം അല്ലേ? ആയിരിക്കാം, അറിയില്ല. അങ്ങനെ അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം. പേഴ്സ് വീണുപോയി, ചമ്മിപ്പോയി. ഒരമ്മമ്മ ഹായ്. അമ്പലത്തിലൊരു പ്രത്യേകത ഉണ്ട്. വേറൊരു ക്ഷേത്രത്തിലെ പായസം ഈ ക്ഷേത്രത്തിനുള്ളിൽ അകത്തേക്ക് കയറ്റാൻ പാടില്ല. അമ്പലത്തിലേക്ക് കയറി. അയ്യപ്പനാണ് ഇവിടെ. ആടെ നമ്മൾ പരിചയപ്പെട്ടു. ഹായ്. പോന്നേ. ഫ്രീ ആയിട്ട് പായസം കിട്ടുമെന്ന് പറഞ്ഞു കയറിക്കോ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന പായസം കുടിക്കാൻ കയറുകയാണ് ശ്രീലക്ഷ്മി. കിട്ടുമോ ഇല്ലയോ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. സോറി, കാത്തിരുന്ന് കാണാം. ഒരു എക്സ്ക്യൂസ് മീ പോലും
റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ആദ്യം തന്നെ ചമ്മിപ്പോയി. പാൽപ്പായസം ഇനി കുറച്ച് മതി. കുറച്ച് കുറച്ചും കൂടി മതി. ഓക്കെ. സ്പൂണ് അപ്പം നമ്മളത് കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറേ കൊടയും വടിയുണ്ട് ഗൈസ്. പിന്നെ പെർളശ്ശേരി അമ്പലത്തിൽ പോയി. അവിടുത്തെ പൂജാരിയെല്ലാം നല്ലതായിരുന്നു. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിലും പോയി. അവിടുത്തെ ആൾക്കാരും നല്ലതായിരുന്നു. ഭക്ഷണം തന്നു, വിശപ്പ് മാറ്റി. സന്തോഷം. സുന്ദരം. പറയാത്ത